ജോസിൽ, അവിടെ ഇതിനു മുൻപ് ഇത്തരത്തിൽ മണ്ണിടിച്ചിൽ, ഈ ദേശീയപാത നിർമ്മാണം ആരംഭിച്ച ഘട്ടത്തിൽ തന്നെ മണ്ണിടിച്ചിൽ ഭീഷണി ഉണ്ടായിരുന്ന ഒരു പ്രദേശമാണോ? ആ പ്രദേശത്തിൻ്റെ ഒരു പശ്ചാത്തലം, ഒരു പാരിസ്ഥിതിക ഘടന എങ്ങനെയാണ്? തീർച്ചയായിട്ടും ഈ പ്രദേശത്തുള്ള മണ്ണിൻ്റെ ഘടന എന്ന് പറയുന്നത് വളരെ ലോലമായ, വളരെ പെട്ടെന്ന് ഇടിച്ചിൽ സാധ്യതകളുള്ള പ്രദേശമാണ്. ഈ ദേശീയപാതയുടെ കടന്നു പോകുന്ന പല പ്രദേശങ്ങളിലും നമ്മൾ പല ഘട്ടങ്ങളിലും മഴക്കാലത്ത് വാർത്ത, ദേശീയപാതയിൽ മണ്ണിടിച്ചിൽ എന്ന വാർത്ത പലപ്പോഴും കൊടുക്കേണ്ടതായി നമുക്ക് വന്നിട്ടുണ്ട്. അതിന് പ്രധാന കാരണമെന്ന് പറഞ്ഞാൽ ഈ മണ്ണിൻ്റെ ഘടന തന്നെയാണ്. അപ്പോൾ സ്വാഭാവികമായും ആവശ്യമായ സംരക്ഷണ ഭിത്തി നിർമ്മിക്കേണ്ടത് ആവശ്യം തന്നെയാണ്. ഈ കോൺക്രീറ്റ് ഉപയോഗിച്ച് കൃത്യമായ രീതിയിൽ ശാസ്ത്രീയമായി തന്നെ ഈ വലിയ ഉയർന്ന ജോസിൽ നേരത്തെ സൂചിപ്പിച്ച ഒരു ദൃശ്യങ്ങളുണ്ടല്ലോ, ആ മണ്ണിടിയുന്നതിന് തൊട്ട് മുൻപ് അവിടെ മണ്ണിന്റെ വിള്ളലുകൾ കാണിക്കുന്ന ആ ഒരു ദൃശ്യം, ആ ദൃശ്യമാണ് നമ്മളിപ്പോൾ സ്ക്രീനിൽ കാണിച്ചു കൊണ്ടിരിക്കുന്നത്. പ്രേക്ഷകർക്കായി ഒന്നുകൂടി ആ ദൃശ്യത്തെക്കുറിച്ച് സംസാരിച്ചാൽ. തീർച്ചയായിട്ടും അത് ഈ ആളുകൾക്കിടയിൽ ഇവിടെ നേരത്തെ തന്നെ ഈ മണ്ണ് ഇപ്പോൾ ഈ വലിയ അപകടം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ആളുകൾ ചിത്രീകരിച്ച ഒരു ദൃശ്യമാണ് ഇത്. ഈ മണ്ണ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ആൾക്കാർ വിശ്വസിക്കുന്നുണ്ടോ? അതാ ഞാൻ പറഞ്ഞേ, കാല് താന്നു പോവാ. കണ്ടില്ല എന്ന് പറഞ്ഞു. ഇതുണ്ടോ, ഇത് കണ്ടോ അളിയാ? ഇതിങ്ങി പോരും വിളിയാ, ഇതിങ്ങി പോരും. ആ, ഇതിവിടം പിണ്ട് കയറിയിരിക്കുന്നുണ്ടല്ലോ, ഇത് മണ്ണ് താഴോട്ടിരുന്നേക്കുക. അതിന് യാതൊരു മാറ്റവും ഇല്ലത്. ഇതുണ്ടോ, ഇവിടുന്ന് ഇങ്ങനെ കണ്ടങ്ങ് പോകും കേട്ടോ. ഇതേ നമ്മൾ പറയും പോലെ ഇത് പെരുമഴ ഒറ്റ മഴ പെയ്ത് കഴിഞ്ഞാണ്ടല്ലോ ഈ കൃഷി മൊത്തം ശരിക്കും എടുക്കും, വീഡിയോ എടുക്കും. ഓ, ഇത് നമ്മൾ പറഞ്ഞ പോലെ ഇത് തള്ള. ഇത് കേട്ടോ, ഇവിടെ നിൽക്കാൻ പറ്റില്ല കേട്ടോ. എൻ്റെ പൊന്നാ, ഇത് നമ്മൾ ഇത്രയും നേരം തമാശ എന്നാ വിചാരിച്ചത് കേട്ടോ. ഇറങ്ങി പോകണ്ടോ? അയ്യോ, ഈ മണ്ണ് ചവിട്ടിയാൽ താന്നു പോട്ടോ. അതെ, തൽക്കാലം ഈ സാധനം പോയി കഴിഞ്ഞാൽ ഇതിൽ പോവുള്ളൂ, മറ്റേ ഇതിലടിച്ച് പോവുള്ളൂ, അങ്ങോട്ട് വരില്ല. പക്ഷെ ഈ പാതം നിൽക്കുന്ന പറയാൻ പറ്റില്ല, മണ്ണ് മൊത്തം അടുപ്പിച്ച് പോകണമുണ്ടല്ലോ. ഇത് കണ്ടോ നീ, ഈ സംഭവം കണ്ടോ? കുഞ്ഞുങ്ങളുടെ വീഡിയോ കോൾ വരാൻ പറ. ഇത് ഇത്രയും സംഭവം ഇങ്ങനെ വികസിച്ചിരിക്കാന്ന് പറയാം. ഇപ്പോൾ കണ്ടോ, ഇത്രയും മുള്ളൽ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് കണ്ടോ ആൾക്കാർ വിശ്വസിക്കുന്നുണ്ടോ? അതാ ഞാൻ പറഞ്ഞേ, കാല് താന്നു പോവാ. യെസ് ജോസിൽ, ആ വീഡിയോ ചിത്രീകരിച്ച ആളുകൾ തമ്മിൽ സംസാരിക്കുന്നത് നമ്മൾക്ക് കേൾക്കാം. ആ വിള്ളലിനെ കുറിച്ച് അവർ സംസാരിക്കുന്നത് വിശ്വസിക്കാൻ പറ്റാത്ത ഒരവസ്ഥ. കാരണം അത്രയും വലിയ വിള്ളലാണ്, തമാശയാണ് എന്നാണ് കരുതിയത്. പക്ഷേ നേരിട്ട് കണ്ട് ബോധ്യപ്പെടുമ്പോഴാണ് അതിൻ്റെ ഒരു ആഘാതം മനസ്സിലാകുന്നത്. ആ വിള്ളൽ ആ രീതിയിൽ ഉണ്ടായാൽ, ആ രീതിയിൽ അവിടെ നിന്നാൽ വലിയ ദുരന്തമായിരിക്കും ഉണ്ടാകുക എന്ന് മുൻകൂട്ടി തന്നെ ആ മനുഷ്യന്മാർ പറയുന്നുണ്ട്. തീർച്ചയായിട്ടും വളരെ നിഷ്കളങ്കമായി സാധാരണക്കാരായ മനുഷ്യർ അവർക്കുണ്ടായ ഒരു ഭീതി പങ്കുവയ്ക്കുന്ന ഒരു വീഡിയോ ആണ് ഇപ്പോൾ നമ്മൾ പുറത്തുവിട്ടിരിക്കുന്നത്. അത് ഈ അപകടം നടക്കുന്നതിന് 2 ദിവസം മുമ്പ് ചിത്രീകരിച്ചതാണ് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ പറ്റുന്നത്. ഈ മണ്ണ് ഇത്തരത്തിൽ വിണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ അവരുടെ കാല് ചവിട്ടിയാൽ താന്നു പോകുന്ന രീതിയിൽ മണ്ണ് വിണ്ട് മാറി നിൽക്കുന്ന ഒരവസ്ഥ, ആ അവസ്ഥയാണ് 2 ദിവസം മുമ്പ് ഈ മണ്ണ് ഇടിയുന്നതിന് മുമ്പ് തന്നെ ഇത് ചിത്രീകരിക്കുകയും അതാണ് നമുക്കിപ്പോൾ ലഭിച്ചിരിക്കുന്നത്. നമ്മൾ ആണ് ആ ദൃശ്യങ്ങൾ വേറെ മാധ്യമങ്ങളിലൂടെയല്ല, കൈരളി ന്യൂസിലൂടെയാണ് ആ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വിട്ടുകൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിൽ നേരത്തെ തന്നെ ഈ അപകടം ഉണ്ടാകാനുള്ള സാധ്യത വളരെ സാധാരണക്കാരായ മനുഷ്യർ വളരെ നിഷ്കളങ്കമായ ഭാഷയിൽ ഇത് വലിയ ദുരന്തമുണ്ടാകും, അവർക്ക് വലിയ പഠനമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടുള്ള ആവില്ല, പക്ഷേ സാധാരണക്കാരായ മനുഷ്യർ വളരെ നിഷ്കളങ്കമായി ഈ വിണ്ട് കീറി നിൽക്കുന്ന അവസ്ഥയെ ചൂണ്ടിക്കാണിച്ച് അവരുടെ മൊബൈലിൽ ചിത്രീകരിച്ച ദൃശ്യങ്ങളാണ് ഇപ്പോൾ ഈ നമ്മൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്.
വിനീഷ. ഏതായാലും ആ ദുരന്തം അവർ പ്രവചിച്ചതുപോലെ ആ മനുഷ്യർ പറഞ്ഞതുപോലെയുള്ള അപകടമാണ് ഇപ്പോൾ ഇവിടെ ഉണ്ടായിരിക്കുന്നത്. ഏതായാലും ഇവരുടെ എല്ലാം അധികാരികളുടെ ശ്രദ്ധയിൽ, ഈ നാട്ടുകാർ ശ്രദ്ധയിൽ പെടുത്തിയതുകൊണ്ട് മാത്രമാണ് വലിയ ഒരു ദുരന്തം ഒഴിവായത് എന്നുള്ള കാര്യം സംശയമില്ല. കാരണം ഇന്നലെ വൈകിട്ടോടുകൂടി നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ പ്രദേശത്തോടൊപ്പം നോക്കൂ, ഈ നമ്മുടെ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ എത്ര നിരവധി ഉന്നതികളാണ് ഇതിനോട് ചേർന്ന് ഉള്ളത്. ഇപ്പോൾ വലിയ മഴയില്ലാത്തത് കൊണ്ടാണ് ഈ മണ്ണ് ഇവിടം കൊണ്ട് നിന്നത്. ഒരു 6 വീട്, അതിനുശേഷം നിരവധി 50ഓളം വീടുകൾ ഈ ഒറ്റ വീടുകളാക്കി. നേരത്തെ ഇരട്ട വീടുകളായിരുന്ന ലക്ഷം വീട് ഉന്നതി VS ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്തിലാണ് ഇത് ഒറ്റ വീടുകളാക്കി. അതായത് ഒരു ഭിത്തിക്ക് അപ്പുറവും ഇപ്പുറവും മുറികൾ ഉള്ളതാണ് ഇരട്ട വീടുകൾ, ലക്ഷം വീടുകൾ എന്ന് പറയുന്നത് ആദ്യ കാലഘട്ടത്തിലുണ്ടായിരുന്നത്. പിന്നീട് ഒരു തറയിൽ ഒരു വീട് എന്നുള്ള രീതിയിൽ ഒറ്റ വീടുകളാക്കി മാറ്റി. അങ്ങനെ ഉള്ള ആദ്യത്തെ കേരളത്തിലെ തന്നെ ആദ്യത്തെ ലക്ഷം വീടാണ്, മാതൃകാ ലക്ഷം വീടാണ് എന്നുള്ളതാണ് നമുക്ക് നമ്മുടെ അറിവിൽ നിന്ന് മനസ്സിലാകുന്നത്. അങ്ങനെ നിർമ്മിച്ച ഒരു ലക്ഷം വീട് ഉന്നതിയാണ്. അവിടെ നിരവധി കുടുംബങ്ങൾ ഇത്തരത്തിലുണ്ടായിരുന്നു. ഈ വലിയ കനത്ത മഴയോടുകൂടിയാണ് ഈ വിണ്ടു നിന്ന മണ്ണ് ഇടിഞ്ഞു വന്നിരുന്നതെങ്കിൽ നമ്മൾക്ക് അപ്പുറത്തേക്ക് കാണുന്ന ഈ വീടുകൾ കൂടി ചിലപ്പോൾ ഒരു പക്ഷേ നഷ്ടപ്പെടുന്ന വലിയ അപകടമുണ്ടാകുന്ന സ്ഥിതിയിലേക്ക് മാറുമായിരുന്നു. ഏതായാലും ഇന്നലെ ഈ 6 വീടുകളിലെങ്കിലും ആളുകളെ മാറ്റിപ്പാർപ്പിച്ചിരുന്നത് കൊണ്ട് തീർച്ചയായും വലിയ അപകടമാണ് ഒഴിവായത് വിനീഷ.